ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പുഡിങ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ബ്രെഡാണ് കേട്ടോ. ഇത് ബ്രെഡ് ഉപയോഗിച്ചുണ്ടാക്കിയ പുഡിങ്ങാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെൽ ബട്ടൺ വരും. അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ പുഡിങ്ങിലേക്ക് ആവശ്യമുള്ള ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 ചെറിയ സൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. ഞാൻ എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡൊക്കെ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ ചേർത്ത് ഉടനെ തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ കട്ട പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങൾക്കിത് ശരിയാകില്ല എന്ന് തോന്നുകയാണെങ്കിൽ നേരത്തെ കുറച്ച് പാലെടുത്ത് വെച്ചിട്ട് അതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് ഈ സമയത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ കുറുകി വരുന്നുണ്ട്. ഇനി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് ചൂടോടെ തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഈ ചൂടോടെ ചേർത്താലാണ് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ തണുത്തിട്ട് ചേർത്ത് പറഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ അത് ചേർത്താനായിട്ട് ശ്രദ്ധിക്കുക.
ഞാൻ ഇതുപോലൊരു കേക്ക് ട്രേയിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. 3 ലെയേഴ്സായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മുടെ ബേസായിട്ട് വരുന്നത് നമ്മുടെ ബ്രെഡിൻ്റെ മിക്സാണ്. അതിൻ്റെ ഇടയിലേക്ക് നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതേപോലെ ബ്രെഡിൻ്റെ ഈ മിക്സ് തന്നെ മേലെയും വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഫ്രൂട്ട് സാലഡിൻ്റെ പോലെയുള്ള ടേസ്റ്റുള്ള പുഡിങ്ങാണ്. അപ്പോൾ ഫ്രൂട്ട് സാലഡ് പുഡിംഗ് എന്ന് പറയാം. അപ്പോൾ ഫ്രൂട്ട് സാലഡിൽ യൂസ് ചെയ്യണ ഏത് ഫ്രൂട്ട്സ് വേണം ഇതിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇത് അതേപോലെ ടേസ്റ്റുള്ള പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ബേസായിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ മിക്സ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഫ്രഷ് ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ഫ്രഷ് ഫ്രൂട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഗ്രേപ്സും ഓറഞ്ചുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഫ്രൂട്ട്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ബ്രെഡിൻ്റെ മിക്സും കൂടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ അവസാനത്തെ ലെയറും വെച്ച് കൊടുക്കുകയാണ്. അവസാനത്തെ ലെയർ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതൊരു 3-4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി, നമുക്ക് സെറ്റായി കിട്ടും. ഫ്രീസറിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഫ്രിഡ്ജിൽ തന്നെ സെറ്റായി കിട്ടുന്ന സൈസ് പുഡിങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമുക്ക് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് സൈഡൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അഥവാ അതിൽ നിന്ന് വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്, അലുമിനിയം പാനല്ല, അപ്പോൾ വന്നില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് റിമൂവ് ചെയ്യണേ. പ്രശ്നമൊന്നുമില്ല. സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തന്നെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തെടുക്കുക. പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പുഡിങ് കൊണ്ട് റെഡി ആയിട്ട് നല്ല ടേസ്റ്റി പുഡിങ്ങാണ് കേട്ടോ. ബ്രെഡും കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നിസ്സാരമൊന്നും ആക്കണ്ട, നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. ഇതിപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. പിന്നെന്താ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ശരി, ബൈ.